നമസ്കാരം. എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. മണിക്കൂറുകളോളമായി പെയ്യുന്നത് തോരാമഴ. നഗരത്തിലും മലയോര മേഖലയിലും ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. തൃശൂർ നഗരത്തിലെ അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകളിൽ വെള്ളം കയറി. ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറി. അക്വാട്ടിക് ലൈനിലെ വീടുകളിലും വെള്ളം കയറി. MG റോഡിലും ഇക്കണ്ടവാര്യർ റോഡിലും പൂങ്കുന്നം ഹരിനഗർ റോഡിലും വെള്ളം കയറി. മണ്ണുത്തിയിലും വെള്ളക്കെട്ടുണ്ട്. പുത്തൂർ വെട്ടുകാട് ഏഴങ്കല്ലിൽ വീടുകളിൽ വെള്ളം കയറി. റോഡിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം മുടങ്ങി. പ്രദേശത്ത് വ്യാപക വെള്ളക്കെട്ട്. വെട്ടുകാട് സെന്ററിൽ വീട്ടുമതിൽ തകർന്നു. കൊടകര വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ രാത്രിയുണ്ടായ അതിതീവ്ര മഴയിൽ മതിലിടിഞ്ഞു വീണ് സമീപത്തെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ മണ്ണിനടിയിൽപ്പെട്ടു. പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ വീടുകൾക്ക് സമീപത്തേക്ക് വെള്ളം കയറി. വീട് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന ഒരു ലോഡ് മണൽ ഒഴുകിപ്പോയി. മരോട്ടിച്ചാൽ AUP സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം കയറി. വിദ്യാർത്ഥികൾ വെള്ളക്കെട്ട് കടന്നു വേണം സ്കൂളിലെത്താൻ. സമീപത്ത് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ വാഹന സൗകര്യവും ലഭ്യമല്ല. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ വശം റോഡിലേക്ക് ഇടിഞ്ഞതോടെ കല്ലൂർ മാവിൻചുവട് മുസ്ലിം പള്ളി പുല്ലുത്തി റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂരിൽ കാവല്ലൂർ പാടം നിറഞ്ഞു കവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണി. അയ്യങ്കോട് റോഡിലും വെള്ളക്കെട്ട്. ഭരത ചെമ്പങ്കണ്ടം റോഡ് വെള്ളക്കെട്ടിലായി. ഇവിടെ 3 വീടുകളിൽ വെള്ളം കയറി. ആലങ്ങാട് തോട് കരകവിഞ്ഞ് സമീപത്തെ ഒരു വീട്ടിൽ വെള്ളം കയറി. ഇവിടെയുള്ള രോഗിയെ പുറത്തെത്തിച്ചു. പാലപ്പള്ളിയിലും വീടുകളിൽ വെള്ളം കയറി. അതിരപ്പിള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്ക്. മിക്കയിടത്തും നെൽകൃഷിയും വാഴകൃഷിയും വെള്ളത്തിലാണ്. ചെങ്ങാലൂർ ശാന്തിനഗർ SN പുരം റോഡിൽ വരിക്കലങ്ങാടി പ്രദേശത്ത് കാന തകർന്ന് മതിൽ ഇടിഞ്ഞു വീണു. മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ പുഴകളിലും തോടുകളിലും മലവെള്ളപ്പാച്ചിലാണ്. ഛത്തീസ്ഗഡിൽ BJP സർക്കാരും സംഘപരിവാർ സംഘടനകളും ന്യൂനപക്ഷ വേട്ട നടത്തുകയാണെന്നും കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും ആരോപിച്ച് LDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, LDF മണ്ഡലം കൺവീനർ TA രാമകൃഷ്ണൻ, PK ശിവരാമൻ, CU പ്രിയൻ, രാഘവൻ മുളങ്ങാടൻ, NN ദിവാകരൻ, PK ശേഖരൻ, സരിത രാജേഷ്, KJ ഡിക്സൺ, ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് മേരി ഫ്രാൻസിസും പണ്ട് കന്യാസ്ത്രീമാരെ മതപരിവർത്തനത്തിന്റെ പേരിൽ, മനുഷ്യക്കടത്തിന്റെ പേരിൽ കുറ്റമാരോപിച്ച് ജയിലിലടക്കുകയുണ്ടായി 9 ദിവസം. ഇതിനെതിരായി രാജ്യത്ത് ഈ മാസം 25-ാം തീയതി
സന്യാസിനിമാരെ ഛത്തീസ്ഗഡിന്റെ ദുർഗ് ജില്ലയിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉദാഹരണമായി 9 ദിവസക്കാലമാണ് ആ സന്യാസിനിമാർ മനുഷ്യ സ്നേഹത്തിന്റെ മുഖമുദ്രയാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്യാസിനിമാരെ ഛത്തീസ്ഗഡ് സർക്കാർ ജയിലിലടച്ചത്. ഇപ്പോൾ അവർ ജയിലിൽ നിന്ന് അവർ മോചിതരായി. അവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് എന്താണ്? അവർ ചെയ്ത കുറ്റം ആദിവാസികളായ 2 യുവതികൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ടുവന്ന് ജോലി കൊടുക്കാൻ സന്നദ്ധമായി എന്നുള്ള കുറ്റമാണ് ആ സന്യാസിനിമാർ ചെയ്തത്. പൊന്നൂക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 1 മാസത്തിനിടെ നിരവധി പേർക്ക് കടിയേറ്റതായി പരാതി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പൊന്നൂക്കര പ്രദേശത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായത്. 1 മാസത്തിനുള്ളിൽ 6ഓളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. പൊന്നൂക്കര സ്വദേശികളായ കുറുവീട്ടിൽ വേലായുധൻ, മനക്കൽ MR ചന്ദ്രൻ, തറവളപ്പിൽ കരുണാകരൻ, പാലത്തുപറമ്പിൽ ധനേഷ്, തറവളപ്പിൽ രത്നാകരൻ, കണ്ണമ്പത്ത് വേലായുധൻ എന്നിവരെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഉയരുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. കൂടാതെ പൊന്നൂക്കര പള്ളിയിൽ എത്തുന്നവരെയും സമീപത്തെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കും നേരെയും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെയും പലപ്പോഴും നായ കൂട്ടം പാഞ്ഞടുക്കാറുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പൊന്നൂക്കര 13-ാം വാർഡില് പൊന്നൂക്കര പള്ളി കോളനി, അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പരിസരത്ത് ഇവിടെ ഒരുപാട് നാളുകളായിട്ട് തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട കരുണാകരൻ ചേട്ടനെ അടക്കം ഇപ്പോൾ 5 പേരെ ഈ ഭാഗത്ത് തെരുവുനായ്ക്കൾ കടിച്ചു കഴിഞ്ഞു. ഇനി ഈ പൊന്നൂക്കര പള്ളിയിലേക്ക് കാറ്റീസത്തിന് പോകുന്ന കുട്ടികളും അതുപോലെ ട്യൂഷന് പോകുന്ന കുട്ടികളും പൊന്നൂക്കര സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ഈ തെരുവുനായ്ക്കളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അതുപോലെ ഈ പ്രശ്നത്തിന്, അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വിഷയം നടക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും ഇതിനെതിരെ പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9330 രൂപ, പവന് 74,640 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.